കഥയെ ആരംഭിക്കുന്നത് ഒരു കപ്പിളിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അഹമ്മദ് എന്നും ലൈല എന്നുമാണ് അവരുടെ പേരുകൾ. ഇരുവരും ഇറാനിലെ ഗ്രാമപ്രദേശത്തു നിന്നുള്ളവരാണെങ്കിലും പുതുതായി വിവാഹം ചെയ്ത ശേഷം നഗരത്തിലേക്ക് മാറി താമസിക്കുകയാണ്. തന്റെ തുടർ പഠനത്തിനും മറ്റുമായി അഹമ്മദ് സിറ്റിയിൽ നേരത്തെ ഒരു വീട് വാടകയ്ക്കെടുത്തിരുന്നു. ലൈല ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഇരുവരും ഒന്നിച്ച് അവരുടെ ദിവസങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ആ ചെറിയ സന്തോഷ ജീവിതത്തിന് എപ്പോഴും അവർ ദൈവത്തോട് നന്ദി പറയുമായിരുന്നു. വളരെ റെസ്പോൺസിബിളായ ഒരു ഹസ്ബൻഡായാണ് അഹമ്മദ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തൊട്ടുപുറകെ നമ്മൾ മറ്റൊരാളെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് കരീം എന്നാണ്. അഹമ്മദ് താമസിക്കുന്ന ആ വീടിന്റെ മുതലാളി ഓണർ കരീമാണ്. അന്ന് പുലർച്ചെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിരുന്നു. കുറച്ച് വലിയ തുകയാണ്. അത് കണ്ടതും കരീം ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. മദ്രസയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ അഹമ്മദിനെ പിടിച്ചു നിർത്തി കരീം സംസാരിച്ചു. എന്ത് വലിയ ഇലക്ട്രിസിറ്റി ബില്ലാ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ആരെങ്കിലും അറിയാമെങ്കിൽ അവരോട് സംസാരിച്ച് ഈ ബില്ല് കുറയ്ക്കാൻ പറ്റുമോ? കരീം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഹമ്മദിനാണെങ്കിൽ പഠന ക്ലാസ്സിലേക്ക് എത്തുകയും വേണം. കരീമിനെ പറഞ്ഞു മനസ്സിലാക്കാൻ അഹമ്മദ് ശ്രമിച്ചു. നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിക്ക് നമ്മൾ പണം കൊടുത്തേ പറ്റൂ. അങ്ങനെയൊന്നും ബില്ല് കുറയ്ക്കാൻ സാധിക്കില്ല. ആദ്യമൊന്നും കരീമിനത് മനസ്സിലാവുന്നില്ലായിരുന്നെങ്കിലും അഹമ്മദ് ഒരു തരത്തിൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്നും പുറപ്പെട്ടു. അഹമ്മദ് ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ പുരോഹിതനാവാനുള്ള അദ്ദേഹത്തിന്റെ മതപഠന ക്ലാസുകൾ അവസാനിച്ചിട്ടില്ല. കുറച്ച് പരീക്ഷകൾ കൂടി അതിന് ബാക്കിയുണ്ട്. അഹമ്മദ് യാത്ര ചെയ്ത് മദ്രസയിലേക്ക് എത്തി. പുലർച്ചെയാണ് ക്ലാസ് ഉള്ളത്. വളരെ ശ്രദ്ധയോടെ ക്ലാസ് കേട്ടെല്ലാം അദ്ദേഹം പഠിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്തു. ക്ലാസുകൾ കഴിഞ്ഞാൽ അഹമ്മദ് നേരെ പോകുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ്. അവിടെ കൺസ്ട്രക്ഷൻ ജോലികളും അഹമ്മദ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അഹമ്മദ് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജോലിക്ക് ശേഷം അഹമ്മദ് അവിടെയുള്ള ലൈബ്രറിയിലേക്ക് എത്തി. ആ ലൈബ്രറിയിൽ ലൈല എപ്പോഴും വായിക്കാൻ വേണ്ടി വരാറുണ്ട്. അഹമ്മദ് കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞതും ലൈല എത്തി. അവരൊന്നിച്ച് വീട്ടിലേക്ക് പോവാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് അഹമ്മദ് ലൈലയോട് സംസാരിച്ചു. പുലർച്ചെ തന്നെ എഴുന്നേറ്റ് ക്ലാസ്സിന് പോകണം. അത് കഴിഞ്ഞ് ജോലിക്കും വല്ലാതെ മടുപ്പാവുന്നുണ്ട്. സാരമില്ല, ഒക്കെ ശരിയാകും. വരുന്ന എക്സാം നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്സാവണം. അതോടെ ബുദ്ധിമുട്ടുകൾ തീരും. ലൈല അഹമ്മദിനെ സമാധാനിപ്പിച്ചു. അവർ അങ്ങനെ നടന്നു നീങ്ങുമ്പോ പെട്ടെന്ന് അതുവഴി ഒരു മോട്ടോർ സൈക്കിളുകാരൻ പാഞ്ഞു വന്നു. ലൈലയെ തട്ടേണ്ടതായിരുന്നു. ലൈല പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. അയാൾ കടന്നുപോയപ്പോ അഹമ്മദിന് വലിയ ദേഷ്യം വന്നിരുന്നു. ലൈല പക്ഷേ അഹമ്മദിനെ സമാധാനപ്പെടുത്തി. അവരിരുവരും വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. വീട്ടിലെത്തിയപ്പോ ലൈല റെസ്റ്റ് എടുത്ത് ടിവിയൊക്കെ കണ്ടിരിക്കാൻ തുടങ്ങി. അഹമ്മദ് ആകട്ടെ ലൈലയ്ക്കായി ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ഇതിനിടയിൽ ടിവിയിൽ ഒരു പ്രോഗ്രാം കണ്ട് ലൈല കരയാൻ ആരംഭിച്ചു. അനാഥ കുട്ടികളെ പറ്റി പറയുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. നീ ഈ പ്രോഗ്രാം കണ്ടാണോ കരയുന്നത്? അങ്ങോട്ടേക്ക് എത്തിയപ്പോ അഹമ്മദ് ചോദിച്ചു. ലൈല പറഞ്ഞു, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ കുട്ടികളുടെ അവസ്ഥ എന്ത് ക്രൂരതയാണ് അവരോട് ചെയ്തിരിക്കുന്നത്. അവർ പാവങ്ങളല്ലേ? അഹമ്മദ് ലൈലയെ സമാധാനിപ്പിച്ചു. നീ ഗർഭിണിയാണ്, ഇപ്പോൾ ഇതുപോലൊന്നും വിഷമിക്കാൻ പാടില്ല. ലൈലയെ സമാധാനിപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുക്കളയിൽ പാചകം ചെയ്യാൻ വെച്ച ഭക്ഷണം കത്തുന്ന മണം അഹമ്മദിന്റെ മൂക്കിലേക്ക് എത്തിയത്. അഹമ്മദ് ഓടിച്ചെന്നു. യൂട്യൂബൊക്കെ നോക്കി തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. എന്തായാലും മൊത്തത്തിൽ കത്തിപ്പോയില്ല. ഭക്ഷണം എടുത്ത് അദ്ദേഹം ലൈലയ്ക്കടുത്തെത്തി. ലൈലയ്ക്ക് വിളമ്പിക്കൊടുത്തു. ലൈല അത് രുചിച്ചു. ചെറുതായി അടിയിൽ പിടിച്ചിരുന്നെങ്കിലും ഭക്ഷണം രുചികരം തന്നെയായിരുന്നു. ലൈല അഹമ്മദിന്റെ കുക്കിങ്ങിനെ പുകഴ്ത്തി. നിങ്ങൾക്ക് അപ്പോൾ ഇതിലും നന്നായി കുക്ക് ചെയ്യാനും സാധിക്കും എന്നവൾ കൂട്ടിച്ചേർത്തു. കുറച്ച് ഭക്ഷണം മിസ്റ്റർ കരീമിനും കൊണ്ടുപോയി കൊടുക്കാൻ ലൈല അഹമ്മദിനോട് പറഞ്ഞു. ശേഷം അവർ പുറത്ത് ഒന്ന് നടക്കാനിറങ്ങി. അടുത്തുള്ള പാർക്കിൽ പോയിരുന്നു. മറ്റാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ലൈല അഹമ്മദിനടുക്കൽ ചോദിച്ചു, നമുക്ക് പിറക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കുമോ? പടച്ചവൻ എന്ത് തന്നാലും എനിക്ക് സന്തോഷം തന്നെയായിരിക്കും. അതായിരുന്നു അഹമ്മദിന്റെ മറുപടി. അഹമ്മദിന്റെ ഷർട്ട് പോക്കറ്റിനുള്ളിൽ അവനൊരു ഗിഫ്റ്റ് ഒളിപ്പിച്ചിരുന്നു. അവൻ അതെടുത്ത് തന്റെ ഭാര്യയ്ക്കായി നീട്ടി. സന്തോഷത്തോടെ ലൈല അത് വാങ്ങി. എന്താ അതിനകത്ത്? മോതിരം വല്ലതുമാണോ? വളരെ ആഹ്ലാദത്തോടെ അവൾ ചോദിച്ചു. പക്ഷെ അഹമ്മദിന് അത് കേട്ടതും ഒരു വല്ലായ്മ തോന്നി. തുറന്നു നോക്കൂ എന്ന് അഹമ്മദ് പറഞ്ഞു. ലൈല അത് തുറന്നു. അതിനകത്തുണ്ടായിരുന്നത് ജനിക്കാൻ പോകുന്ന കുട്ടിക്കുള്ള ചെറിയൊരു ഗിഫ്റ്റായിരുന്നു. അത് കണ്ടതും ലൈലയുടെ മുഖം വാടി. ലൈല അത് തനിക്കുള്ള ഗിഫ്റ്റാണെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ പിണക്കമൊന്നും അധിക നേരം നീണ്ടുനിന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും സ്നേഹത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ലൈല ഗ്രാമത്തിലുള്ള തന്റെ ഉമ്മയുമായി സംസാരിച്ചു. സംസാരശേഷം അവൾ തന്റെ കയ്യിലുള്ള ബുക്കിലേക്ക് കുറച്ച് പേരുകൾ എഴുതാൻ തുടങ്ങി. അവൾ കുറച്ചു നാളായി ആ ബുക്ക് സൂക്ഷിക്കുന്നുണ്ട്. ആ ബുക്കിലുള്ളത് കുട്ടികളുടെ പേരുകളാണ്. ഒരു വശത്ത് മുഴുവനായും ആൺകുട്ടിയുടെ പേരും മറുവശത്ത് പെൺകുട്ടികളുടെ പേരുമാണുള്ളത്. അടുത്ത ദിവസം അവർക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണമായിരുന്നു. അഹമ്മദ് ലൈലയെയും കൂട്ടി ആശുപത്രിയിൽ പോയി. ലൈല അകത്തു പോയപ്പോൾ അഹമ്മദ് പുറത്ത് കാത്തിരിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അഹമ്മദ് ശ്രദ്ധിക്കുന്നത്
ഒരു കുട്ടി വലിയ രീതിയിൽ കുസൃതി കാട്ടുന്നു. കുട്ടിയുടെ ഉമ്മയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ആ സ്ത്രീയുടെ ഭർത്താവ് വന്നു. അവർ ഭർത്താവിനടുക്കൽ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഉള്ള രണ്ടെണ്ണത്തിനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേ ഇനി മറ്റൊരു കുട്ടി, നമുക്കെന്തിനാ ഇത്രയധികം കുട്ടികള് ഇവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക. തന്റെ മക്കളുടെ കുസൃതികൾ കാരണം അവർ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഇരുന്നിരുന്ന അഹമ്മദ് എഴുന്നേറ്റ് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ അടുത്ത് ചെന്നു. ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അയാൾ. കുട്ടിയെ എടുത്തുകൊണ്ട് നിന്ന്, താങ്കളുടെ കാലുവേദനയ്ക്കില്ലേ, താങ്കൾ അവിടെ ഇരുന്നോളൂ, അഹമ്മദ് പറഞ്ഞു. പിന്നാലെ കുട്ടികൾക്കായി തന്റെ കയ്യിൽ നിന്നും 2 ചോക്ലേറ്റ് എടുത്തു കൊടുത്തു. എന്നിട്ട് ഇരുവരോടുമായി അഹമ്മദ് പറയാൻ ആരംഭിച്ചു. കുട്ടികൾ ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. അവര് പൂക്കൾ പോലെ അത്രമേൽ പ്രഷ്യസ് ആണ്, അത്രമേൽ പ്യുവറാണ്. നമ്മളവരെ കൂടുതൽ സ്നേഹിക്കുകയാണ് വേണ്ടത്. ഈ സമയം അവിടെ നിന്നൊരു ഡോക്ടർ ലൈലയുടെ കൂടെ വന്നത് ആരാണ് എന്ന് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. അഹമ്മദ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ലൈലയുടെ ഭർത്താവാണോ? ഡോക്ടർ ചോദിച്ചു. അതെ എന്ന് അഹമ്മദ് മറുപടി പറഞ്ഞു. പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് 1 മാസം മുമ്പ് നിങ്ങളോട് ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ട് ഇത്രയും വൈകിയാണോ വരുന്നത്? ഡോക്ടർ ചോദിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭയത്തോടെയായിരുന്നു അഹമ്മദിന്റെ മറുചോദ്യം. നിങ്ങൾക്ക് ട്രിപ്ലെറ്റ്സ് ജനിക്കാൻ പോകുമ്പോ ഒരു ഹസ്ബൻഡിന് എങ്ങനെയാ ഇത്രയും ഇറസ്പോൺസിബിൾ ആയി ഇരിക്കാൻ പറ്റുന്നത് എന്നായിരുന്നു ഡോക്ടർ ചിരിയോട് ചോദിച്ചത്. അഹമ്മദ് മനസ്സിലാവാതെ ഡോക്ടറെ നോക്കി. ഡോക്ടർ വിശദീകരിച്ചു. നിങ്ങൾക്ക് 3 കുട്ടികളെ ജനിക്കാൻ പോകുന്നേ. നിങ്ങൾ വളരെയധികം ഭാഗ്യമുള്ള മനുഷ്യനാണ്. അഹമ്മദ് അമ്പരപ്പോടെ ഡോക്ടറെ നോക്കി നിന്നു. ഡോക്ടർ അഹമ്മദിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്കാനറിൽ 3 കുട്ടികളെയും കാണിച്ചു കൊടുത്തു. 3 മക്കൾ ജനിക്കാൻ പോകുന്നതിൽ ലൈലയ്ക്കും അഹമ്മദിനും സന്തോഷം തോന്നിയിരുന്നു. പിന്നീട് ഡോക്ടർ അഹമ്മദിനെ മാറ്റി നിർത്തി സംസാരിച്ചു. നിങ്ങളുടെ ഭാര്യ 3 മക്കളുണ്ടെന്ന് കേട്ടപ്പോഴേ കുറച്ച് ഭയപ്പെടുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഇത് അവിടെ വെച്ച് പറയാതിരുന്നത്. 3 കുട്ടികളിൽ ഒരാളുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. പടച്ചോനോട് നന്നായി പ്രാർത്ഥിക്ക്, ആപത്തൊന്നും വരാതിരിക്കാൻ. അഹമ്മദ് ലൈലയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോന്നു. കുറച്ചു നാളുകൾ കടന്നുപോയി. ഒരു ദിവസം വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ലൈല അങ്ങനെ നടക്കുകയായിരുന്നു. അഹമ്മദും വീട്ടിലുണ്ട്. പെട്ടെന്നാണ് ലൈലയ്ക്ക് അടിവയറ്റിൽ വല്ലാത്ത വേദന അനുഭവപ്പെടാൻ തുടങ്ങിയത്. വേദന കൊണ്ട് വലിയ വായിൽ അവൾ കരയാൻ തുടങ്ങി. അഹമ്മദ് ലൈലയെ പരമാവധി സഹായിക്കാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ കൃത്യസമയത്ത് കരീമിന്റെ മകൾ സൽമ അങ്ങോട്ടേക്ക് വന്നു. സൽമ ഉടനടി അവരെ സഹായിച്ചു. സൽമയുടെ കാറിൽ ലൈലയെ ഉടനടി അഹമ്മദ് ആശുപത്രിയിൽ എത്തിച്ചു. കുറച്ചു കഴിഞ്ഞ് സൽമ ലൈലയ്ക്ക് അടുത്തെത്തി പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. പെട്ടെന്ന് ലൈല വെല്ലായ്മയോടെ സൽമയോട് പറഞ്ഞു, എനിക്ക് 3 കുട്ടികളെ ജനിക്കാൻ പോകുന്നേ. അത് കേട്ടതും ചിരിയോടെ സൽമ പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ, ഇതിനാണോ ഇങ്ങനെ വിഷമിച്ചു പറയുന്നേ? സൽമ അങ്ങനെ പറഞ്ഞതും ലൈലയും പുഞ്ചിരിയോടെ സൽമയെ നോക്കി. അടുത്ത ദിവസം അഹമ്മദ് വീട്ടിലായിരിക്കെ കരീം അങ്ങോട്ടേക്ക് വന്നു. അഹമ്മദിനോട് പറഞ്ഞു, അടുത്ത മാസം ഞാൻ ഉംറയ്ക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉംറ തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോൾ അതിന് പാലിക്കേണ്ട മര്യാദകളും പ്രാർത്ഥനകളുമൊക്കെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അഹമ്മദ് പറഞ്ഞു, ഭയപ്പെടണ്ട, എല്ലാം വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അന്ന് വൈകിട്ട് ലൈല തന്റെ ഉമ്മയോട് സംസാരിക്കുകയായിരുന്നു. സംസാരമധ്യേ അവിടെ ഉണ്ടായിരുന്ന അഹമ്മദ് ലൈലയ്ക്കടുത്തെത്തി. ഉമ്മയോട് ലൈലയെ സഹായിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം പറയാൻ പറഞ്ഞു. ആംഗ്യഭാഷയിലൂടെയായിരുന്നു അഹമ്മദ് അത് സൂചിപ്പിച്ചത്. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക് അഹമ്മദ് തിരികെ പോയി. ഫോണൊക്കെ കഴിഞ്ഞപ്പോ ലൈല അങ്ങോട്ടേക്ക് വന്നു. അഹമ്മദിനടുക്കൽ പറഞ്ഞു, ഉമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ലെന്നാ പറഞ്ഞത്. അഹമ്മദ് ഉടൻ അറിയാതെ പറഞ്ഞു പോയി, എനിക്ക് ഉമ്മയില്ലാത്തതുകൊണ്ട് ഈ സമയത്ത് നിന്റെ ഉമ്മ ഇവിടെ വരുമെന്നാ ഞാൻ കരുതിയത്. ലൈലയ്ക്ക് അത് കേട്ടതും വല്ലാത്തൊരു ദുഃഖം തോന്നി. അടുത്ത ദിവസം അഹമ്മദ് തന്റെ കൺസ്ട്രക്ഷൻ ജോലിക്ക് പോയി. പണക്കുറവ് കൊണ്ട് കുറച്ച് അഡ്വാൻസ് പണം അഹമ്മദ് ആവശ്യപ്പെട്ടിരുന്നു. കോൺട്രാക്ടർ അത് കൊടുത്തു. അഹമ്മദ് സന്തോഷത്തോടെ അത് വാങ്ങി. അന്നൊരു ക്ലോത്തിംഗ് സ്റ്റോറിൽ പോയ അഹമ്മദ് ജനിക്കാൻ പോകുന്ന തന്റെ മക്കൾക്ക് വേണ്ടി കുറച്ച് വസ്ത്രം വാങ്ങി. നാളുകൾ മുമ്പോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം സൽമ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്കെത്തുമ്പോൾ കരീം ഉംറ തീർത്ഥാടനത്തിന് വേണ്ട വസ്ത്രധാരണവും മറ്റും പ്രാക്ടീസ് ചെയ്യുകയുമൊക്കെയായിരുന്നു. സൽമ അപ്പോൾ അങ്ങോട്ടേക്ക് വന്നത് കരീമിൽ ദേഷ്യമുണ്ടാക്കി. കരീം അവളോട് മുകളിലേക്ക് പോവാനും ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്നും പറഞ്ഞു. മുകളിലേക്കെന്ന് ഉദ്ദേശിച്ചത് ലൈലയ്ക്കടുത്തേക്കെന്നാണ്. സൽമ ലൈലയ്ക്കടുത്തെത്തി. അവർ സംസാരിച്ചിരുന്നു. മക്കൾക്കായി അഹമ്മദ് വാങ്ങിയ വസ്ത്രങ്ങൾ ലൈല സൽമയെ കാണിച്ചു കൊടുത്തു. അഹമ്മദ് കരീമിനെ ഉംറ തീർത്ഥാടനത്തിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കരീമിന് ഓരോ പ്രാർത്ഥനകളും ഉംറയുടെ രീതികളുമൊക്കെ കൂടുതൽ കഠിനമായി അനുഭവപ്പെട്ടു. പക്ഷേ പാനിക്കാവണ്ടെന്നും ഇതൊക്കെ എളുപ്പമാണെന്നും നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാ ഇതൊക്കെ ബുദ്ധിമുട്ടാവുന്നത്
എന്നും പറഞ്ഞ് അഹമ്മദ് കരീമിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ ദിവസം എത്തി. കരീം ഉംറയ്ക്കായി പുറപ്പെടുന്ന ദിവസം പോകുന്നതിനു മുമ്പും തന്റെ കയ്യിലെ ബുക്ക് നോക്കി ഓരോ പ്രാർത്ഥനകളും മറ്റും കരീം പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അഹമ്മദ് ഡ്രസ്സും മറ്റും കാറിലേക്ക് എടുത്തു വെച്ചു. സൽമ കരീമിനടുത്തെത്തി പറഞ്ഞു, വാപ്പച്ചി, ഇങ്ങനെ ഇതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കാതെ കൃത്യസമയത്ത് വാപ്പച്ചിക്കെല്ലാം ഓർമ്മ കിട്ടും. പക്ഷേ ഇറിറ്റേറ്റഡ് പേഴ്സണായ കരീമിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചെന്നെ മറപ്പിച്ചു കളയല്ലേ, ഞാനൊക്കെയും ഓർത്തിരിക്കട്ടെ. ഇതിനിടയിൽ ഓരോ കാര്യങ്ങളും കരീം വീണ്ടും വീണ്ടും അഹമ്മദിനോട് ചോദിക്കുന്നുണ്ട്. തീർത്ഥാടനത്തിന്റെ ഓരോ വശങ്ങളും ക്ഷമയോടെ അഹമ്മദ് കരീമിന് പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു. പോകുന്നതിനു മുമ്പ് മുദ്രപത്രത്തിൽ എഴുതിയ ചില കാര്യങ്ങൾ കരീം അഹമ്മദിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ വില്ലാണ്. ഈ തീർത്ഥാടനത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ വില്ലിൽ എഴുതിയിട്ടുള്ള പോലെ എല്ലാം നീ നോക്കി നടത്തണം. വിശ്വസിച്ച് എനിക്കിത് ഏൽപ്പിക്കാൻ പറ്റുന്നത് നിന്റെ കയ്യിലാണ്. ഞാൻ തിരികെ വന്നാൽ നീ ഇതെന്റെ അടുക്കൽ തിരികെ ഏൽപ്പിച്ചാൽ മതി. അഹമ്മദ് സന്തോഷത്തോടെ ആ ദൗത്യം സ്വീകരിച്ചു. സൽമയുടെ കൂടെ ലൈലയും അപ്പോൾ അങ്ങോട്ടേക്കെത്തി. തനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് ലൈല പറഞ്ഞു. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദുആ ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരുന്നു കരീം പുറപ്പെട്ടത്. ദിവസങ്ങൾ മുമ്പോട്ടേക്ക് പോയി. ഒരു ദിവസം സൽമ പുറത്തു പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ലൈല വസ്ത്രങ്ങൾ അലക്കി ഉണക്കുകയാണ്. പെട്ടെന്നാണ് വല്ലാത്തൊരു വേദന ലൈലയ്ക്ക് വരാൻ തുടങ്ങിയത്. പ്രസവ വേദന. ഉടൻ തന്നെ സൽമ ലൈലയെ കാറിലിരുത്തി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. സൽമ വേഗത്തിൽ ലൈലയെ ആശുപത്രിയിൽ എത്തിച്ചു. അധികം വൈകാതെ ലൈലയുടെ പ്രസവം നടന്നു. 3 കുട്ടികൾക്ക് അവൾ ജന്മം നൽകി. കുട്ടികളുടെ കാതിൽ അഹമ്മദ് ബാങ്ക് വിളിച്ചു. ആദ്യഘട്ട പ്രാർത്ഥനാ ശബ്ദം. 2 മക്കളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുട്ടി അപ്പോഴും വെന്റിലേറ്ററിലായിരുന്നു. അവരുടെ 3ാമത്തെ കുട്ടി. ലൈല അതിനെപ്പറ്റി ചോദിച്ചപ്പോ അഹമ്മദ് പറഞ്ഞു, 3ാമത്തെ കുട്ടിക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, വൈകാതെ സുഖപ്പെടും. അഹമ്മദ് പിന്നാലെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ സംസാരിച്ചു. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണുള്ളത്, കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്, ICUവിലേക്ക് വൈകാതെ മാറ്റാം. പിന്നാലെ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് ഈ മരുന്നുകൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ലൈല അന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടിയെ ചെന്ന് കണ്ടിരുന്നു. വേദനയോടെ അവൾ ആ കുട്ടിയെ നോക്കി കുറേയധികം സങ്കടപ്പെട്ടു. അഹമ്മദ് എത്തി ആശ്വസിപ്പിച്ചായിരുന്നു അവളെ തിരികെ റൂമിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ലൈലയുടെ അങ്കിളും ആന്റിയും അവരെ വിസിറ്റ് ചെയ്യാൻ വന്നു. മാതാപിതാക്കളായതിന് അവരെ അഭിനന്ദിച്ചു. അങ്ങനെ ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി അവർ വീട്ടിലെത്തി. 3ാമത്തെ കുട്ടിക്ക് അപ്പോഴും ഓക്സിജൻ കൊടുക്കുകയും ഒക്കെ വേണം. അവരവരുടെ ഇളയ കുട്ടിക്ക്, പോരാളിയായ ആ കുട്ടിക്ക് നെർഗീസ് എന്ന പേരിട്ടു. 3 കുട്ടികളുണ്ട്. അവരുടെ പാരന്റ്ഹുഡ് അത്ര എളുപ്പമായിരുന്നില്ല. അഹമ്മദും ലൈലയും കുട്ടികളെ പരിപാലിക്കാൻ കഷ്ടപ്പെട്ടെങ്കിലും തങ്ങളുടെ റെസ്പോൺസിബിലിറ്റികൾ ഭംഗിയായി അവർ നിറവേറ്റി വന്നു. ലൈല ഒരു കുട്ടിയെ കുളിപ്പിക്കുമ്പോ അഹമ്മദ് മറ്റ് 2 പേരെയും നോക്കും. അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പണച്ചിലവും അധികരിച്ചു വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അഹമ്മദ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി നോക്കുമ്പോ അവിടുത്തെ മാനേജർ കോൺട്രാക്ടർ അഹമ്മദിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു സുഹൃത്തുണ്ട്, ആളൊരു ഡയറക്ടറാണ്, അദ്ദേഹത്തിന് നിന്റെ അടുക്കൽ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടി എന്തോ ജോലിയുണ്ടെന്നാ പറഞ്ഞത്, നീ പോയി ഒന്ന് കണ്ടു നോക്ക്. പക്ഷെ ഒരു കാര്യം, എന്ത് ജോലിയാണെങ്കിലും ഇവിടുത്തെ ജോലി തീർത്തിട്ട് നീ പോവാൻ പാടുള്ളൂ കേട്ടോ, അത് അത്രയേ ഉള്ളൂ എന്ന് അഹമ്മദ് അദ്ദേഹത്തോട് പറഞ്ഞു. അടുത്ത ദിവസം മാനേജർ പറഞ്ഞ ഡയറക്ടർ അഹമ്മദിനെ വന്നു കണ്ടു. തന്റെ കയ്യിലുള്ള ആ ഒരു ഓഫറിനെ പറ്റി ഡയറക്ടർ അഹമ്മദിനടുക്കൽ സൂചിപ്പിച്ചു. അഹമ്മദിനെ നേരത്തെ ആ ഡയറക്ടർ കണ്ടിരുന്നു. തന്റെ പുതിയ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കാൻ അഹമ്മദിനെ ഡയറക്ടറിന് ആവശ്യമുണ്ട്. പക്ഷേ അഹമ്മദ് പറഞ്ഞു, ഞാനൊരു പുരോഹിതനാവാൻ പഠിക്കുന്ന വ്യക്തിയാണ്, ഞാൻ സിനിമയിലേക്ക് വന്നാൽ അത് ചിലപ്പോൾ അത്ര നന്നാവില്ല. എന്റെ ഫാമിലിക്ക് സിനിമ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എന്നാലും ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാകും നല്ലത്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് എന്റെ അടുക്കൽ പറഞ്ഞാൽ മതി. മനസ്സില്ലാ മനസ്സോടെ അഹമ്മദ് ആ സ്ക്രിപ്റ്റും വാങ്ങിപ്പോന്നു. ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഉംറ കഴിഞ്ഞ് കരീം മടങ്ങിയെത്തി. അയൽവാസികളൊക്കെ ചേർന്നായിരുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. സൽമയും വന്നെത്തിയിരുന്നു. ലൈലയുടെ മക്കളെ സൽമ നോക്കിക്കണ്ടു. അവരുടെ ഫോട്ടോസ് എടുത്തു. ഇതിനിടയിൽ സൽമ പറഞ്ഞു, എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളുടെ റൂം റെന്റ് ഉയർത്തുമത്രേ. അദ്ദേഹത്തിന് കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒന്നും ഇഷ്ടമല്ല. കുട്ടികളുടെ ബഹളം കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നത്. ലൈല കരീമിന് വേണ്ടി നല്ല ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. വീട്ടിലേക്ക് ക്ഷണിച്ച് അഹമ്മദിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി. കുട്ടികളുടെ കരച്ചിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ലൈല വാതിലടയ്ക്കുകയും ചെയ്തു. കരീമെന്ന് വാതിലിനടുക്കൽ ചെന്ന് ലൈലയോടായി പറഞ്ഞു, മക്കളുടെ കരച്ചിൽ നിയന്ത്രിക്കണം, എനിക്ക് മര്യാദക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ വാടക കൂട്ടൊന്നുമില്ല. അഹമ്മദ് പിന്നാലെ. കരീം വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ വില്ലും മറ്റും അദ്ദേഹത്തിന് കൈമാറി. അടുത്ത ദിവസം അഹമ്മദിന് ഇളയ കുട്ടിക്കായി കുറച്ച് മരുന്ന് വാങ്ങണമായിരുന്നു. പക്ഷെ മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ അത്യാവശ്യം വിലയുള്ള മരുന്നാണ്. അതുകൊണ്ട് തന്നെ വാങ്ങിയ മരുന്നിൽ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കുറച്ച് അഹമ്മദിന്
അഹമ്മദിന് തിരികെ കൊടുക്കേണ്ടി വന്നു. കൂടുതൽ ദാരിദ്ര്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒന്നും വട്ടമെത്തിക്കാൻ അഹമ്മദിന് പറ്റുന്നുമില്ല. പുരോഹിതനാവാനുള്ള ക്ലാസുകൾ അവസാനിച്ചിട്ടുമില്ല. അഹമ്മദ് അന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി മാനേജറോട് കുറച്ച് അഡ്വാൻസ് ചോദിച്ചിരുന്നു. അദ്ദേഹം ചെറിയൊരു തുക അവന് സംഘടിപ്പിച്ചു കൊടുത്തു. വീണ്ടും മതപഠനശാലയിൽ പോയി ബാക്കി കാര്യങ്ങൾ പഠിച്ചും കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്തും അഹമ്മദിന്റെ ജീവിതം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അഹമ്മദിന് ഒരു കോൾ വരുന്നത്. പഴയ ഡയറക്ടറാണ്. സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. എന്താണ് തീരുമാനം? നല്ലൊരു തുകയും അദ്ദേഹം ഓഫർ ചെയ്തു. അഹമ്മദ് പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു, വളരെയധികം നന്നായിട്ടുണ്ട്. എങ്കിൽ എന്റെ ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് എന്നെ കാണാമോ? ഡയറക്ടർ ചോദിച്ചു. അഹമ്മദ് ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ ഡയറക്ടറെ കാണാൻ വേണ്ടി പുറപ്പെട്ടു ചെന്നു. അവിടെ എത്തിയതും ഡയറക്ടർ അഹമ്മദിന്റെ ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ മേക്കപ്പ് ചെയ്യുമ്പോ അഹമ്മദ് വല്ലാതെ അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു. അതോടെ ഡയറക്ടർ അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നാലെ അഹമ്മദിനോട് സൂചിപ്പിച്ചു, എന്റെ കഥയ്ക്ക് വേണ്ടത് നിങ്ങളെപ്പോലെ ഒരാളെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചതും. അതുണ്ടാക്കുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്കറിയാം. മേക്കപ്പ് ചെയ്യാൻ അഹമ്മദ് ബുദ്ധിമുട്ടെന്ന് കണ്ടതും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഡയറക്ടർ തടഞ്ഞു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കാൻ അഹമ്മദ് തയ്യാറാണോ എന്ന് തിരക്കി. അപ്പോഴുള്ള പണത്തിന്റെ ആവശ്യവും ജീവിതം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകതയും എല്ലാം ആലോചിച്ച അഹമ്മദ് അതിന് തയ്യാറായി. കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു. തിരികെ എത്തിയ അഹമ്മദ് അക്കാര്യം ലൈലയോട് പറഞ്ഞു. പക്ഷേ അത് ലൈലയെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ലൈല പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കുമ്പോ ഏതെങ്കിലും പെണ്ണിനെ തൊടുകയോ കല്യാണം കഴിക്കുകയോ ഒക്കെ ചെയ്താൽ എനിക്കത് സഹിക്കില്ല. എനിക്ക് നിങ്ങളോട് അതിന് ക്ഷമിക്കാനും പറ്റില്ല. നീ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? നീ ആദ്യം ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്ക്, അപ്പോ നിനക്ക് മനസ്സിലാകും. അഹമ്മദ് ഓരോന്ന് പറഞ്ഞ ഭാര്യയെ സമാധാനിപ്പിച്ചു. പിന്നാലെ പറഞ്ഞു, 10 മില്യൺ ഈ സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് കിട്ടും. നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ അതൊരുപാട് അത്യാവശ്യമാണ്. ആ ശരി, നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചോ. പക്ഷെ എനിക്ക് കണ്ടീഷനുണ്ട്. സിനിമയിലാണെങ്കിലും നിങ്ങൾ മറ്റു പെണ്ണുങ്ങളെ തൊടാനൊന്നും പാടില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ആ കഥയൊന്ന് വായിച്ചു നോക്കാൻ? അത് വായിച്ചാ നീ ഒരിക്കലും ഇത് പിന്നെ പറയില്ല. അതായിരുന്നു അഹമ്മദിന്റെ മറുപടി. വൈകാതെ അഹമ്മദിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു. അവനൊരു മെട്രോ സ്റ്റേഷനിലിരിക്കുകയാണ്. അഹമ്മദ് ഫ്രസ്ട്രേറ്റഡ് ആയി കാണപ്പെട്ടിരുന്നു. ഡയറക്ടർ അഹമ്മദിന്റെ അടുത്ത് വന്നിരുന്നു. അഹമ്മദ് ഡയറക്ടറോട് സംസാരിച്ചു. രാവിലെ മുതൽ ആ ഷോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദ് മെട്രോയിലേക്ക് കയറും, പിന്നീട് അതിൽ നിന്ന് പുറത്തേക്കിറങ്ങും. ഇതിപ്പോ ഓരോ മെട്രോ ട്രെയിൻ വരുമ്പോഴും അഹമ്മദ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദിന് ദേഷ്യം വരുന്നുണ്ട്. ഡയറക്ടർ പറഞ്ഞു, ഇങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് സമയമെടുക്കും. അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാൻ അഭിനയിക്കുന്നത് മോശമാണെങ്കിൽ അത് പറഞ്ഞോളൂ. നിങ്ങൾ തന്ന പണം ഞാൻ തിരികെ തന്നോളാം. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഡയറക്ടർ അഹമ്മദിനെ ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിയുമ്പോ ഓക്കെ ആകുമെന്നും പറഞ്ഞു. അടുത്ത ദിവസം മറ്റൊരു സീനായിരുന്നു ഷൂട്ട് ചെയ്തത്. അഹമ്മദ് ട്രാഫിക് ഉള്ള ഒരു നിരത്തിന് സമീപം നിൽക്കുന്നതാണ്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ അഹമ്മദ് അങ്ങനെ നിൽക്കുന്ന കണ്ട് ടാക്സിക്കാർ വന്ന് നിർത്താനും ടാക്സിക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കാനും തുടങ്ങി. ഒടുവില് ഒരു ക്രൂ മെമ്പർ എത്തിയായിരുന്നു ടാക്സിക്കാരെ തടഞ്ഞു നിർത്താൻ തുടങ്ങിയത്. രാവിലെ മുതൽ ആ ഷോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അഹമ്മദ് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഇതിനിടയിൽ ഒരു റെഡ് കാർ വന്ന് അഹമ്മദിന് അടുത്ത് നിർത്തി. അതാണെങ്കിൽ സെൽമയുമായിരുന്നു. അഹമ്മദിന്റെ വീടിന്റെ അടുത്ത പ്രദേശത്താണ് ഷൂട്ടിംഗ് മുമ്പോട്ട് പോകുന്നത്. സെൽമ താൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യട്ടെ, കേറിക്കോളൂ എന്ന് പറഞ്ഞു. അഹമ്മദ് ആദ്യം മടിച്ചെങ്കിലും മറ്റു വഴിയില്ലാതെ സെൽമയുടെ കാറിൽ കയറി. അത് കണ്ട് ഡയറക്ടറും ക്രൂവും അടക്കം ചിരിക്കാൻ തുടങ്ങി. ഡയറക്ടർ അഹമ്മദിനെ പോയി കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. മുമ്പോട്ടേക്ക് വണ്ടി കുറച്ച് നീങ്ങിയതും സെൽമയോട് അഹമ്മദ് കാർ നിർത്താൻ പറഞ്ഞു. കാർ നിർത്തിയതും അതിൽ നിന്നിറങ്ങിയ അഹമ്മദ് തിരികെ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് ഓടി. അന്ന് വൈകുന്നേരം സെൽമ ലൈലയ്ക്കടുത്തെത്തി ലൈലയെ സഹായിച്ചും സംസാരിച്ചുമൊക്കെ ഇരിക്കാൻ തുടങ്ങി. ആ സമയം അഹമ്മദിനെ പറ്റി ലൈല പറഞ്ഞു. അന്നുണ്ടായ കാര്യങ്ങളും വിവരിച്ചു. നിങ്ങളുടെ ഭർത്താവ് സിമ്പിളായ ഒരു മനുഷ്യനാണെന്നും അദ്ദേഹം നിങ്ങളെ എത്രയധികമാ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നൊക്കെ ലൈല വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കരീം വിളിച്ചപ്പോ ലൈല അവിടുന്ന് പോയി. മക്കളെ നോക്കിയിരുന്ന് ലൈല ഉറങ്ങിപ്പോയിരുന്നു. അപ്പോഴാണ് അഹമ്മദ് എത്തുന്നത്. അഹമ്മദ് കുട്ടികളെ പരിപാലിച്ചു. ലൈലയ്ക്ക് ആശ്വാസം പകർന്നു. അപ്പോഴേക്കും പുലർച്ചെ ആയി കഴിഞ്ഞിരുന്നു. ഷൂട്ടിംഗ് ഒരുപാട് ദിവസമായി മുമ്പോട്ടേക്ക് പോകുന്നത് കൊണ്ട് വീട്ടിൽ വൈകിയായിരുന്നു അഹമ്മദിന് എത്താൻ പറ്റിയിരുന്നത്. അഹമ്മദ് എന്ന തന്റെ ഇളയ കുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ വാപ്പിച്ച് നേരത്തെ വീട്ടിൽ വന്നോളാട്ടോ. ഉമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചേക്കരുത്. പുലർച്ചെ തന്നെ ഷൂട്ടിങ്ങിനായി അഹമ്മദ് പുറപ്പെട്ടു. അന്നായിരുന്നു സിനിമയുടെ അവസാന ഷൂട്ടിംഗ് ദിവസം. അന്നൊരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഡയറക്ടർ അഹമ്മദിന് അടുത്തെത്തി പറഞ്ഞു, ഇതുവരെയുള്ളതൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. ഇന്നോടെ ഷൂട്ടിംഗ് അവസാനിക്കുകയാണ്. അങ്ങനെ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി തീർന്നു. പക്ഷെ അന്ന് രാത്രിയിൽ
അതിനിടയിൽ അഹമ്മദിന്റെ കുട്ടികൾ നിർത്താതെ കരയാൻ തുടങ്ങി. നർഗീസ് മാത്രം ഓക്സിജൻ ശ്വസിച്ച് കരയാതെ അങ്ങനെ കിടക്കുകയാണ്. കരയുന്ന മറ്റു 2 കുട്ടികളുടെയും കരച്ചിൽ നിർത്താൻ അഹമ്മദും ലൈലയും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ അടങ്ങുന്നില്ല. പക്ഷേ ഇതിനിടയിൽ നർഗീസിന്റെ ഓക്സിജൻ പലതവണ കട്ടായിരുന്നു. മറ്റു 2 കുട്ടികളെ സമാധാനിപ്പിക്കാനും കരച്ചിൽ നിർത്താനുമുള്ള ശ്രമത്തിനിടയിൽ നർഗീസിനെ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ ആ കുട്ടികൾ സമാധാനത്തിലായി ഉറങ്ങിയപ്പോ അവരെ കിടത്തിക്കൊണ്ട് ലൈല നർഗീസിനടുത്തെത്തി. പക്ഷേ പെട്ടെന്ന് ലൈലക്ക് മനസ്സിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. നർഗീസ് പ്രതികരിക്കുന്നില്ല, അനക്കമില്ലാത്ത പോലെ കിടക്കുന്നു. വല്ലാതെ പാനിക്കായി അഹമ്മദിനെ വിളിച്ച് ലൈല കരയാനും മറ്റും തുടങ്ങി. അഹമ്മദ് പാഞ്ഞെത്തി നർഗീസിനെ എടുത്തു. അവരിരുവരും വേഗത്തിൽ ആശുപത്രിയിലേക്ക് ഓടി. ലൈലയും വേഗത്തിൽ ബുർക്ക ധരിച്ച് നർഗീസിനെ എടുത്തോടുന്ന അഹമ്മദിന്റെ പിന്നാലെ പാഞ്ഞു. അന്ന് വഴികൾക്ക് ദൂരമേറുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. എത്രയോടിയിട്ടും ആശുപത്രി എത്താത്ത പോലെ ഓടിയോടി ഒടുവിൽ അവർ ആ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. ഒരു വലിയ കസേരയുടെ 2 വശത്തായി ആസന്നമായ വിധിയെയും കാത്ത് അവർ ഇരിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ബാക്കിയായത് ദൈവത്തോടുള്ള നന്ദി പറച്ചിലായിരുന്നു. നർഗീസ് ജീവിതത്തിലേക്ക് തിരികെ വന്നു. അവൾ സുഖപ്പെട്ടു. ആരോഗ്യവും ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹം തന്നെ. പിന്നെ അങ്ങോട്ട് അവരുടെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അഹമ്മദ് അന്ന് മക്കളുടെ വസ്ത്രം പുറത്ത് വിരിച്ചിടാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. അവിടെ കരീം ഇരിക്കുന്നുണ്ട്. കരീം അഹമ്മദിനടുക്കൽ പറഞ്ഞു, നീ വലിയ ബുദ്ധിമാൻ തന്നെയാ കേട്ടോ. വീട് വാടകയ്ക്കെടുക്കാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞത് നീ പുരോഹിതനാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവാണെന്നാണ്. എന്നിട്ടിപ്പോ നീ സിനിമയിൽ അഭിനയിക്കുന്നു, വലിയ സ്റ്റാർ ആയിരിക്കുന്നു. അതും പറഞ്ഞ കരീം തന്റെ കയ്യിലുള്ള മാഗസിൻ അഹമ്മദിനെ കാണിച്ചു. ആ മാഗസിന്റെ കവർ പേജായി അഹമ്മദിന്റെ ഫോട്ടോ അടക്കം പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പ്രിന്റ് ചെയ്തു വന്നിരുന്നു. നിനക്ക് സിനിമയിൽ അവസരം കിട്ടിയപ്പോ എന്നെ കൂടി നിനക്ക് അഭിനയിപ്പിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആ കരീം അവിടെ നിന്ന് പോയത്. അന്ന് അവിടെ നിന്ന് മതപഠനശാലയിലേക്ക് പോകുന്ന വഴി അഹമ്മദ് ഒരു ഷോപ്പിലെത്തി. പലരും വന്ന് അവിടെ ഇരുന്ന് അവന്റെ മുഖചിത്രമുള്ള മാഗസിൻ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പ്രശ്നം പറ്റിയത് അവിടെയൊന്നുമല്ല. ആ മാഗസിൻ ലൈലയുടെ കയ്യിലെത്തി. അതിന്റെ മുഖചിത്രത്തിൽ അഹമ്മദിന്റെ ചിത്രത്തിനൊപ്പം നിരവധി സ്ത്രീകളുടെ ചിത്രവും ഉണ്ടായിരുന്നു. അതവളെ വല്ലാതെ വേദനിപ്പിച്ചു, മുറിപ്പെടുത്തി. അഹമ്മദ് അവളോട് വിശദീകരിച്ചു, ആ ചിത്രങ്ങളൊന്നും ഒന്നിച്ചെടുത്തതല്ല, പലപ്പോഴായി എടുത്ത ശേഷം ഒന്നിച്ചു കൂട്ടിച്ചേർത്തതാണ്. പക്ഷേ ലൈല അതൊന്നും വിശ്വസിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. താൻ ചതിക്കപ്പെട്ടു എന്ന് ചിന്തിച്ച ലൈല അവിടം വിട്ടുപോവാൻ തീരുമാനിച്ചു. കുട്ടിയെയും എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങാൻ വേണ്ടി അവൾ ശ്രമിച്ചു. ഒടുവിൽ സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ദേഷ്യത്തിൽ അഹമ്മദ് ലൈലയ്ക്കെതിരെ ഒച്ചയെടുക്കുക പോലും ഉണ്ടായി. അഹമ്മദിനൊപ്പം തനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് ബാഗ് പാക്ക് ചെയ്ത് അവൾ ഇറങ്ങാൻ പോയതും അഹമ്മദ് അവളെ തടഞ്ഞു. നീ പോവണ്ടെന്നും ഞാനല്ലേ തെറ്റ് ചെയ്തത്, ഞാൻ ഇറങ്ങിക്കോളാം എന്നും പറഞ്ഞ് ആ വീട് വിട്ടിറങ്ങി. അന്ന് വൈകുന്നേരം ലൈലയെ സഹായിക്കാൻ സൽമ വന്നിരുന്നു. കുട്ടികളെ വൃത്തിയാക്കലും പരിപാലിക്കലും ഒക്കെ അവരൊന്നിച്ചു ചെയ്തു. ആ സമയം സൽമ ലൈലയോട് അഹമ്മദിനെ പറ്റി സംസാരിച്ചു. അഹമ്മദ് എത്ര നല്ല മനുഷ്യനാണെന്നും അദ്ദേഹം ലൈലയെയും മക്കളെയും എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ സൽമ വിശദീകരിച്ചു. പിണക്കവും ദേഷ്യവും ഒക്കെ സ്വാഭാവികമാണെന്നും പക്ഷെ അതൊരുപാടങ്ങ് നീട്ടിക്കൊണ്ടുപോകരുത് എന്നും സൽമ ലൈലയെ ഉപദേശിച്ചു. കൂട്ടത്തിൽ സിനിമയുടെയും മറ്റും ടെക്നിക്കാലിറ്റിയെ പറ്റിയും ലൈലയെ പറഞ്ഞ് മനസ്സിലാക്കി. അഹമ്മദ് അന്ന് രാത്രി തങ്ങിയത് തന്റെ അധ്യാപകന്റെ ഭവനത്തിലായിരുന്നു. പുലർച്ചെ അവൻ പുറത്തേക്കിറങ്ങി തന്റെ കൂടെയുള്ള സഹപാഠികളെ കണ്ടു. അവരെ അഭിവാദ്യം ചെയ്തിട്ടും അവർ പ്രത്യഭിവാദ്യം ചെയ്യുന്നു പോലുമില്ല. അവനെ മൈൻഡ് ചെയ്യുന്നില്ല. ഒടുവിൽ അവനും കാര്യം മനസ്സിലാക്കി. താൻ സിനിമയിൽ അഭിനയിച്ചതാണ് അവർ തന്നോട് അകലം കാണിക്കാനുള്ള കാരണം. അവൻ അധ്യാപകനെ കണ്ടു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അധ്യാപകൻ അവനെ ആശ്വസിപ്പിച്ചു, ഭയപ്പെടണ്ട, എല്ലാം നടക്കുന്നത് ദൈവഹിതത്തിനനുസരിച്ചാണ്, അദ്ദേഹം തന്നെ എല്ലാം ശരിയാക്കി തരും. സഹപാഠികൾ അഹമ്മദിനെ ഒരുപാട് കളിയാക്കുന്നുണ്ടായിരുന്നു. അവൻ വല്ലാതെ മുറിപ്പെട്ട് വിഷമിക്കാൻ ആരംഭിച്ചു. ഒരാശ്വാസത്തിനായി ലൈലയുടെ അങ്കിളിന്റെ കടയിലേക്ക് അവൻ കയറി ചെന്നു. താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അവൻ ആദ്യമേ പറഞ്ഞു. പക്ഷെ അങ്കിളിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, നീ എന്റെ മകനെ പോലാണ്, നീ എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ മറ്റാരാണ് വരിക, അതൊരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. അഹമ്മദ് പറഞ്ഞു, എല്ലാം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അങ്കിൾ ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു, ഒരു ഭാര്യയുടെ വിഷമവും അവരുടെ പരിഭവവും എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ തീരുന്നതാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ക്ഷമിക്കും. പക്ഷേ അവരതങ്ങനെ പ്രകടമാക്കില്ലെന്നേ ഉള്ളൂ. ഒരു ഭർത്താവിന്റെ കടമയെന്ന് പറയുന്നത് തന്നെ ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കിയെടുക്കലാണ്. അവർ സംസാരിച്ചിരിക്കെ തന്നെ അങ്ങോട്ടേക്ക് നർഗീസുമായി ലൈല കടന്നു വന്നു. ഇരുവരെയും അവർ അഭിവാദ്യം ചെയ്തു. അവർക്ക് പ്രൈവസി നൽകിക്കൊണ്ട് ലൈലയുടെ അങ്കിൾ പുറത്തേക്കിറങ്ങി നിന്നു. ഒരു പുഞ്ചിരിയോടെ ലൈല അഹമ്മദിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ നർഗീസ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അഹമ്മദ് നർഗീസിനെ കൈകളിലേക്ക് വാങ്ങി അവളെ താലോലിക്കാൻ തുടങ്ങി. ലൈലയും അടുത്തിരുന്നു. ലൈല അഹമ്മദിനോട് ക്ഷമിച്ചിരിക്കുന്നു. നാളുകൾ കടന്നുപോയി. കുറച്ചു നാളുകൾ
നാളുകൾക്ക് ശേഷം പുരോഹിതനായ അഹമ്മദ് ജോലി നോക്കാൻ ആരംഭിച്ചിരുന്നു. അവരുടെ മക്കൾ വളർന്നു കഴിഞ്ഞു. ഇരുവരും ഒന്നിച്ച് മക്കളെ പരിപാലിച്ച് സന്തോഷത്തോടെ മുമ്പോട്ടേക്ക് പോകുന്നു. സന്തോഷ കുടുംബമായി ജീവിക്കുന്നു. ഇതിനിടയിൽ അഹമ്മദ് തന്റെ ഇലക്ട്രീഷ്യൻ ജോലിയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.